ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷന്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം നാം ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഇസ്കരിയോത്ത യൂദ. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുന്നതിൽ യൂദായുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം എന്ന പാഠമാണ് ഓരോ അപ്പോസ്തലനിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്നാൽ ഇസ്കരിയോത്ത യൂദയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം യൂദയെ പോലെ നാം ആയിരിക്കരുത് എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ മിക്കവാറും എല്ലാവരെയും യേശു ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്കരിയോത്ത യൂദയെ യേശു ക്ഷണിക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഗലീലക്കാരൻ അല്ലാത്ത ഒരേ ഒരു ശിഷ്യൻ യൂദ മാത്രമായിരുന്നു. ഇസ്കരിയോത്ത് എന്ന പദത്തിന്റെ അർത്ഥം കെരിയോത്ത് ഗ്രാമവാസി എന്നുള്ളതാണ്. യൂദയുടെ പിതാവിന്റെ പേര് ശീമോൻ ഇസ്കരിയോത്ത് എന്നായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ 6:70 13:26 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ടാണല്ലോ പണസഞ്ചി അവനെ ഏൽപ്പിക്കുന്നത്. അവൻ സമർപ്പണം ഉള്ളവനും ആയിരിക്കണം, അല്ലെങ്കിൽ യേശു അവനെ ശിഷ്യൻ ആക്കുകയില്ലായിരുന്നു. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന പലരെയും യേശു ഒഴിവാക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അതായത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയുടെ തുടക്കത്തിൽ യൂദ നല്ലവൻ ആയിരുന്നുവെങ്കിൽ പിന്നീട് അവന്റെ ധനമോഹം അവനെ നശിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് 8:3 മഗ്ദലക്കാരത്തി മറിയവും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നായും ശൂശനെയും തങ്ങളുടെ വസ്തുവാകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സുവിശേഷ യാത്രയിൽ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സഹായം ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ കൊടുക്കുന്ന പണം സൂക്ഷിക്കുന്ന പണസഞ്ചിയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു യൂദ. വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ മറിയ വിലയേറിയ തൈലം കൊണ്ട് യേശുവിൻ്റെ കാലിൽ പൂശുകയും തലമുടി കൊണ്ട് തുവർത്തുകയും ചെയ്തപ്പോൾ ഇസ്കരിയോത്ത യൂദ പറയുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? ഇന്നും ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാം. ആത്മീയ കാര്യങ്ങൾ അഥവാ പള്ളിയുടെ ദൈനംദിന ചെലവ്, ആത്മീയ ശുശ്രൂഷകർക്ക് കൊടുക്കുന്ന പണം എന്നിവയെല്ലാം പാഴ്ചെലവായിട്ട് കണക്കാക്കുന്നവരുണ്ട്. വിശുദ്ധ യോഹന്നാൻ 12:6 എഴുതിയിരിക്കുന്നു, ഇത് ദരിദ്രരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് എന്ന് എഴുതിയിരിക്കുകയാണ്. മശിഹ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരു സുപ്രധാന സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് യൂദ കരുതിയിട്ടുണ്ടാകും. എന്നാൽ രാജാവാകുവാനായിട്ടുള്ള അവസരങ്ങളെല്ലാം യേശു നഷ്ടപ്പെടുത്തി. റോമ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് പാലസ്തീനെ സ്വതന്ത്രമാക്കണം എന്നതാണ് യേശുവിൻ്റെ ഉദ്ദേശമെങ്കിൽ റോമൻ സീസറിനെതിരെ യേശു ഒരക്ഷരം സംസാരിക്കുന്നില്ലല്ലോ എന്ന് യൂദ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ യേശുവിൻ്റെ കൂടെയുള്ള യാത്ര വെറുതെയാണ് എന്ന് യൂദ കരുതിയിട്ടുണ്ടാകും. അങ്ങനെ മഹാപുരോഹിതന്മാരുമായി യൂദ ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ്. അത് വിശുദ്ധ മത്തായി 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് പന്തിരുവരിൽ ഒരുവനായ യൂദാ ഇസ്കരിയോത്ത് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു.
അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു. 30 വെള്ളിക്കാശ് എന്നുള്ളത് ഒരു അടിമയുടെ വിലയാണ്. വിശുദ്ധ യോഹന്നാൻ 6:70 യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 17-ാം അധ്യായത്തിലെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചുപോയിട്ടില്ല എന്ന് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 41:9 ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായി എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. യേശു പറഞ്ഞതായ വചനങ്ങള്, മുന്നറിയിപ്പുകള്, ഇവയെല്ലാം യൂദ മനസ്സിലാക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തില്ല. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു. തുടർന്ന് യേശുവിന്റെ മാറിലേക്ക് ചാഞ്ഞു കിടന്ന യോഹന്നാൻ ശ്ലീഹയോട് പത്രോസ് ആംഗ്യം കാട്ടി ചോദിക്കുന്നു, അത് ആരാണെന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ യോഹന്നാന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 13-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അപ്പം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായി 26-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താളത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. തുടർന്ന് വിശുദ്ധ മത്തായി 26-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ, ഇസ്കരിയോത്ത യൂദയോട് കൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമായ വലിയ സംഘം ആളുകൾ യേശുവിനെ പിടിക്കുവാൻ വരുന്നു. യൂദ മുമ്പോട്ട് വന്ന് യേശുവിനെ ചുംബിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും യേശു അവനെ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. അപ്പോഴും യേശു അവനെ തള്ളിക്കളയുന്നില്ല എന്നർത്ഥം. വിശുദ്ധ മത്തായി 27:3 അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവരെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. അതായത് യേശുവിനോട് യൂദയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ അവൻ അനുതപിച്ചതും 30 വെള്ളിക്കാശ് മടക്കിക്കൊണ്ടുവന്നത്. എങ്കിലും യൂദയുടെ പശ്ചാത്താപം മാനസാന്തരത്തിലേക്ക് എത്തിയില്ല. അവന്റെ ശരീരം ഒരു കയറിൽ ഗേഹന താഴ്വരയിൽ തൂങ്ങിയാടി. യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ് എടുത്ത് യഹൂദന്മാർ പരദേശികളെ സംസ്കരിക്കുവാനായിട്ട് സ്ഥലം വാങ്ങി. സഖരിയ പ്രവചനം 11:13, എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിൽ ഇട്ടുകൊള്ളുക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടു. ആ സ്ഥലത്തിന് രക്തനിലം അഥവാ അക്കൽദാമ എന്ന് പേര് എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ അപ്പോസ്തോലിക സ്ഥാനത്തു നിന്നും മാറിപ്പോയ യൂദയ്ക്ക് പകരം പിന്നീട് മത്ഥിയാസിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്.